സോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഗെയിമിനുള്ളിൽ നിരവധി ഐറ്റംസ് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗെയിമിനുള്ളിൽ വരാൻ പോണ പർപ്പിൾ ബണ്ണി ഒക്കെ നമ്മുടെ ഗാലക്റ്റിക് ബണ്ണിനെ പറ്റിയിട്ട്, പിന്നെ നെക്സ്റ്റ് റാങ്ക് റിവാർഡ്സും, പിന്നെ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ഇവന്റ് ഒക്കെ വരുന്നുണ്ട് നമ്മുടെ ഗെയിമിനുള്ളിൽ ഓഗസ്റ്റ് 15-ാം തീയതി. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെയാണ് കിട്ടാൻ പോകുന്ന നിർത്തുകൾ നമ്മൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്ന മുമ്പ് പുതുതായിട്ട് വന്ന കൂട്ടുകാരൊക്കെയാണ് ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നമ്മൾ എന്തായാലും 1K പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ 8-ാം തീയതി തന്നെ നമ്മുടെ ഗെയിമിനുള്ളിൽ ഇതേപോലത്തെ ഒരു നമ്മുടെ എന്താ പറയുക പെയിൻ്റെ ബണ്ടിൽ വരുന്നതായിരിക്കും. ഓക്കെ, 8-ാം തീയതിയാണ് കൺഫേം ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതേപോലത്തെ റിംഗ് ഇവന്റ് വഴിയായിരിക്കും നമ്മുടെ ഗെയിമിനുള്ളിൽ ഈ ഒരു പെയിൻ ബണ്ടിൽ വരാൻ പോകുന്നത്. 10, 2000, 3000 ഡയമണ്ടൊക്കെ പൊട്ടിച്ചാൽ നമുക്ക് ഈ ഒരു ബണ്ടിൽ എടുക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഓഗസ്റ്റ് 15-ാം തീയതി നമ്മുടെ ഗെയിമിനുള്ളിൽ ഈ ഒരു മടാറ ബണ്ടിൽ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പം എന്തെങ്കിലും കിടക്കാച്ച് ബണ്ടിലാണ്. പിന്നെ ഇതിനൊപ്പം തന്നെ ഗ്ലൂ വാങ്ങേണ്ട സ്കിന്നും ബാക്ക് പാക്കിൻ്റെ ഒരു സ്കിന്നും കൂടി വരുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ ഗെയിമിനുള്ളിൽ ഓഗസ്റ്റ് 15-ാം തീയതി ഇതേപോലത്തെ ഒരു റിംഗ് ഇവന്റ് വഴിക്ക് ഗെയിമിനുള്ളിൽ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പം അതിൽ എടുക്കാൻ താല്പര്യമുള്ളവർ 2000, 3000 ഡയമണ്ടൊക്കെ സേവ് ചെയ്ത് വെച്ചോ. അത്രയും ഡയമണ്ട് പൊട്ടുന്നതായിരിക്കും ഈ ഒരു ബണ്ടിൽ എടുക്കാൻ വേണ്ടി. ഫൈനലി നമ്മുടെ ഒബിറ്റോ ബണ്ടിലൊക്കെ കൺഫേം ആയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഗെയിമിനുള്ളിൽ 20-ാം തീയതി വരുന്നതായിരിക്കും. ഒക്കെ, നമ്മുടെ 20-ാം തീയതി നമ്മുടെ ഗെയിമിനുള്ളിൽ ഒരു ഒബിറ്റോ ബണ്ടിൽ വരുന്നതായിരിക്കും. എല്ലാം ഇതേപോലത്തെ ഒരു റിംഗ് ഇവന്റ് വഴിയായിരിക്കും വരാൻ പോകുക. നമ്മൾ എന്തായാലും ഒരു 3000 ഡയമണ്ടൊക്കെ പൊട്ടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പാകത്തിനുള്ള ഒരു റിംഗ് ഇവന്റ് വഴിയായിരിക്കും നമ്മുടെ ഗെയിമിനുള്ളിൽ ഈ ഒരു ബണ്ടിൽസ് ഒക്കെ വരാൻ പോകുന്നത്. ഫൈനലി ഗൈസ് നമ്മുടെ ഗെയിമിനുള്ളിൽ നമ്മുടെ ഒരു ഗാലക്റ്റിക് ബണ്ണി ബണ്ടിൽ വരാൻ പോവാണ്. ഓക്കെ, ഇപ്പോൾ അതിൻ്റെ ഡേറ്റ് കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ലുക്കൊക്കെ നിങ്ങൾ നോക്കി എന്തായാലും നൈസായിട്ട് അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എഫക്റ്റ് കൊടുത്തിട്ട് ഒരുമാതിരി പർപ്പിൾ കളറിൽ എന്താ പറയുക നമ്മുടെ ഒരു പർപ്പിൾ ആൻഡ് ഗാലക്സി തീമിലാണ് അവർ നിറക്ക് കൊടുത്തിരിക്കുന്നത്. നോക്കാം നല്ല കിടക്കാച്ചായിട്ട് അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ വന്ന ബണ്ടിൽ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ബണ്ണി ബൺസിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു വെറൈറ്റി തീമിലാണ് അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും എഫക്റ്റ് കൊടുത്തിട്ടുള്ള ഒരു തീമിലാണ്. ഓക്കെ, ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഈ ഒരു പർപ്പിൾ ബണ്ണി ബണ്ടിലും കൂടി ഗെയിമിലേക്ക് വരുന്നുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു ക്രിമിനൽ ബണ്ടിൽ വന്നില്ല, നമ്മുടെ ഈ ഒരു ഗോൾഡൻ ക്രിമിനൽ, അതേപോലെയാണ് നമ്മുടെ ഗെയിമിലേക്ക് ഈ ഒരു ബണ്ണി ബണ്ടിലിൻ്റെ ഇവന്റ് കൂടി വരാൻ പോകുന്നത്. അപ്പോൾ പ്രൈം 7, 8 ലെവലൊക്കെ ഉള്ളവർക്ക് വളരെ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും ഗെയിമിനുള്ളിൽ ഒരു ഇവന്റ്. നമുക്ക് പിന്നെ സാധാരണ പ്രൈം ലെവലുള്ളവർക്കൊക്കെ ഒരു 3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഗെയിമിനുള്ളിൽ ഒരു ഇവന്റ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഗെയിമിനുള്ളിൽ എപ്പോഴാണ് വരാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദീപാവലി ഇവന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഏകദേശം നമ്മുടെ സെപ്റ്റംബർ മന്ത് പകുതി മന്തിൽ ആയിരിക്കും നമ്മുടെ ഗെയിമിനുള്ളിൽ ഒരു ഇവന്റ് വരാൻ പോകുന്നത്. നെക്സ്റ്റ് BR റാങ്ക്ഡ് സീസണിന്റെ റിവാർഡ്സ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതേപോലത്തെ ഒരു M15 ഒക്കെ M15 ഇതേപോലത്തെ ഒരു പുതിയൊരു ഗണ്ണിന്റെ സ്കിന്നാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. നമുക്കൊരു ലെവല് ഡയമണ്ട് 1 നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ഒരു ഗണ്ണിന്റെ സ്കിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഹീറോയ്ക്കൊക്കെ അടിക്കുകയാണെങ്കിൽ ഇതേപോലത്തെ ഒരു ടീഷർട്ടിന്റെ സ്കിന്നാണ് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ടീഷർട്ട് എന്തായാലും നൈസായിട്ടുണ്ട്. പിന്നെ അവതാർ, ബാൻഡർ ഇതൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ നമുക്ക് ലൈറ്റ് ഹീറോയ്ക്കൊക്കെ അടിക്കുകയാണെങ്കിൽ ഒരു പരാങ്കിന്റെ സ്കിന്നൊക്കെ ബാറ്റിന്റെ സ്കിന്ന് കിട്ടുന്നതായിരിക്കും. പിന്നെ നെക്സ്റ്റ് ആയിട്ടുള്ള ഒരു BR CS റിവാർഡാണ്. ഓക്കെ, നെക്സ്റ്റ് CS റിവാർഡാണ് കാണാൻ പറ്റുന്നത്. ഇതേപോലത്തെ ഒരു കിടക്കാച്ച ടീഷർട്ടാണ് കിട്ടാൻ നമ്മൾ ഹീറോയ്ക്ക് അടിക്കുകയാണെങ്കിൽ. പിന്നെ ഒരു അവതാർ, ബാൻഡർ അത് നമ്മുടെ ബൂയാബാസിന്റെ ടീമിൽ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ലൈറ്റ് മാസ്റ്ററൊക്കെ അടിക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ഒരു പരാങ്കിന്റെ സ്കിന്നും ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഓഗസ്റ്റ് മാസമാണ് നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ഒരു മാസമാണ്. നോക്കുന്നത് നമ്മുടെ ഓഗസ്റ്റ് 15-ാം തീയതിയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. അതിന്റെ ഭാഗമായിട്ട് കുറച്ചൊക്കെ എടുക്കാച്ച റിവാർഡ്സ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. അപ്പോൾ ഗരീനക്കാർ ഇത് ഒഫീഷ്യലായിട്ട് കൺഫേം ആക്കിയിട്ടുള്ള ഒരു ന്യൂസാണ്. ആദ്യം തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്നത് ഇതേപോലത്തെ ഒരു ബാഗിന്റെ സ്കിന്നാണ്. ഒക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേയുടെ ഒരു ചിത്രം, ഒരു സിമ്പിളൊക്കെ പതിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, കളർ തീം കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് റിവാർഡായിട്ട് ഇതേപോലത്തെ ഒരു ജീപ്പിന്റെ സ്കിന്ന് കാണാൻ പറ്റുന്നൊരു എടുക്കാച്ചൊരു ജീപ്പിന്റെ സ്കിന്നാണ്. അപ്പോൾ നമ്മുടെ പട്ടാളക്കാരുടെ തീമിലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊരു കളർ തീമൊക്കെ കൊടുത്തിട്ടുണ്ട് അവർ. അത് നൈസായിട്ടുണ്ടല്ലേ. ഈ 2 ഫ്രീ റിവാർഡ്സ് ആയിട്ടാണ് നമുക്ക് ഇൻഡിപെൻഡൻസ് ആക്കി കിട്ടാൻ പോകുന്നത്. 2 റിവാർഡ്സ് ആണ് ഫ്രീ ആയിട്ട് കിട്ടണമെങ്കിൽ നല്ലൊരു റിവാർഡ്സ് ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, 2 കിടക്കാച്ച റിവാർഡ്സ് ആണ് ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിവാർഡ്സ് ഒക്കെ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ജസ്റ്റ് ആയിരുന്നു കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ ഗെയിമിലേക്ക് പുതിയതായിട്ട് വന്നിരിക്കുന്ന ഈ ഒരു ടോപ്പ് ഇവന്റ് ഇല്ലേ, അപ്പോൾ ഈ ഒരു ടോപ്പ് ഇവന്റ് നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ടില്ലെങ്കിൽ, നിങ്ങൾ കംപ്ലീറ്റ് ആക്കാൻ പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്നെ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എനിക്ക് എന്തായാലും 4 പ്ലെയേഴ്സിന് ആവശ്യമുണ്ട്. ഓക്കെ, നമ്മൾ ഇൻവൈറ്റ് ചെയ്യാൻ ആവശ്യമുണ്ട്. എന്തായാലും 4 പ്ലെയേഴ്സിന് ഇൻവൈറ്റ് ചെയ്താൽ എനിക്ക് ഈ ഒരു ടോപ്പ് ഇവന്റ് കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് 4 പ്ലെയേഴ്സിന് ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഡയറക്റ്റ് ആയിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങളെ ഫ്രണ്ട് ആക്കുന്നതായിരിക്കും. എന്നിട്ട് നമ്മൾ ഒരുമിച്ച് ഈ ഒരു ടോപ്പ് ഇവന്റ് നമ്മൾ കംപ്ലീറ്റ് ആക്കുന്നതായിരിക്കും. ഓക്കെ, കുറച്ച് ഇഷ്യൂ ഉള്ളത് കൊണ്ടൊക്കെ നമ്മൾ കുറച്ച് നാൾ വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളൊക്കെ നമ്മൾ വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു കിടക്കാച്ച് വീഡിയോ ആയിട്ട് കൂടെ തന്നെ കാണാം. ഓക്കെ, ബൈ.